നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1994 പുറത്തിറങ്ങിയ തിരുവചനം എന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിലെ ഉണരുമീ ആത്മതാപം എന്ന പാട്ടാണ് എടുത്തിരിക്കുന്നത് നമ്മൾ. ഇത് ഒറിജിനൽ സൗണ്ട് ട്രാക്ക് 2 പേര് പാടിയിട്ടുണ്ട്. ഒന്ന് സുജാതയും ഒന്ന് KG മർക്കോസും. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ടോമിൻ ജെ തച്ചങ്കരിയാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. മനസ്സിൽ പകരണീ ആശാനാളം ഉണരുമീ ആത്മതാപം അറിയുമിൻ സ്നേഹനാഥ ഉരുകുമീ മനസ്സിൽ പകരണീ ആശാനാളം ഉണരുമീ ആത്മതാപം. ടോമിൻ ജെ തച്ചങ്കരിയുടെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ പലപ്പോഴും അച്ഛൻ്റെ പാട്ടുകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ വരികളുടെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു രചനയുമായി ഇവിടെ എത്തിയ അച്ഛന് സ്വാഗതം. ഈ പാട്ട് മെയിൽ വേർഷൻ പാടിയപ്പോൾ ആത്മതാപം എന്നും സുജാത പാടിയപ്പോൾ ആത്മദാഹം എന്നാണ് കേട്ടത്. അപ്പോൾ അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു വ്യത്യാസം വന്നു? ഈ പാട്ടിൻ്റെ പ്രമേയം എന്നത് ഒരു അനുതാപത്തിൻ്റെ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യൻ്റെ വേദന, തിരിച്ചു വരാനുള്ള വലിയ അഭിലാഷം, അതിനുവേണ്ടിയുള്ള ഒരു ദാഹമുണ്ടല്ലോ, നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ചു കിട്ടാനുള്ള, പ്രത്യേകിച്ച് ഒരു സ്നേഹബന്ധം തിരിച്ചു കിട്ടാനുള്ള ഒരു വലിയ ദാഹം. ആ ദാഹത്തിനകത്ത് തന്നെ ഒരു താപമുണ്ട്. അനുതാപത്തിൻ്റെ താപമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അനുതാപത്തിൻ്റെ ഉള്ളുരുകൽ. ഇപ്പോൾ പുരുഷൻ പാടിയപ്പോൾ അങ്ങനെ പാടി, സ്ത്രീ പാടിയപ്പോൾ ആ സ്ത്രീ സ്വരത്തിന് ചേരുന്നത് ഒരുപക്ഷെ ദാഹമെന്നാണെന്ന് തോന്നി. അപ്പോൾ ഒരു സജഷൻ തന്നു, ഉണരുമീ ആത്മതാപം എന്ന് പാടുന്നതിനേക്കാൾ പാടാൻ സുഖം ആത്മദാഹം എന്നാണ്. അങ്ങനെ പാടട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, കാരണം അതിനും അർത്ഥമുണ്ട്. അപ്പോൾ അനുതപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ദാഹമുണ്ട്. എന്താണ് ആ ദാഹം? സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ദാഹമാണ്. നഷ്ടപ്പെട്ട ആ സ്നേഹം വീണ്ടും ആസ്വദിക്കാനുള്ള ഒരു ദാഹം. അപ്പോൾ ഏതൊരു അനുതാപിയും ദൈവത്തെ ദാഹിക്കുന്നുണ്ട്. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമായിട്ടാണ് ഓരോ സ്ഥലത്തൂടെയൊക്കെ പോയത്. സുഖത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. ഈ ദാഹങ്ങളൊന്നും ഒരിടത്തും ശമിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം തിരിച്ചറിയാണ്, എൻ്റെ നാഥൻ്റെ അടുത്ത് മാത്രമേ ഈ ദാഹത്തിനൊരു ശമനം കിട്ടുള്ളൂ. അതുതന്നെയാണ് ഈശോ പറയുന്നത്, ഈ വെള്ളം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിത്തീരും. അപ്പോൾ അവിടെ ഒരു താപമുണ്ട്, അനുതാപം. അതൊരു ദാഹത്തിലാണ് നിലകൊള്ളുന്നത്, തിരിച്ചു കിട്ടാനുള്ള. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആത്മദാഹം എന്ന് പറയുന്നത് അനുതാപത്തിലേക്കുള്ള ഒരു വഴി തന്നെ അത്, അല്ലേ ചോ? അതായത് അനുതപിക്കുന്ന ഒരു വ്യക്തി ദാഹിക്കുന്നുണ്ട്. എന്ത് ദാഹിക്കുന്നു? നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാൻ ദാഹിക്കുന്നുണ്ട്. അപ്പം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടുന്ന ഒരു അന്വേഷണവും ഒരു തിരിച്ചുപോക്കും എല്ലാം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഞാൻ ഇതിൻ്റെ റെക്കോർഡിങ് കാലത്തേക്ക് എൻ്റെ ഓർമ്മയൊന്ന് പോവായത്. എറണാകുളത്തെ സ്റ്റുഡിയോയിൽ വേറെ വർക്കുകൾക്കായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ പാട്ടുകളിങ്ങനെ അതിൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ ഞാൻ ഓർക്കസ്ട്രക്കാരോട് ചോദിച്ചു, ഇതിനൊക്കെ ആരാ ഈ ഇങ്ങനെ ഇപ്പോൾ വരികൾക്ക് ആര് ഈണം നിങ്ങൾ കൊടുത്തു? ആ വരികൾ എഴുതരുന്നു. ശരി, ഈ ഈണത്തിലേക്ക് വരികൾ എഴുതുന്നതിനെ കുറിച്ച് അപ്പം ഞങ്ങൾക്ക് അതിനൊരാളുണ്ട്. പക്ഷെ അവർ പറഞ്ഞില്ല അച്ഛനാന്ന്, ഞങ്ങൾക്ക് അതിനൊരാളുണ്ട്, ഞങ്ങൾ വിചാരിച്ച മാതിരി ഞങ്ങൾക്ക് ലിറിക്സ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ തച്ചങ്കരിയുടെ ആ കാലം ശരിക്കും ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്ത് ഒരു ഒരു വല്ലാത്ത ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാട്ടുകൾ ആൾക്കാർ ധാരാളമായി ഏറ്റുപാടുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ബസ്സിലൊക്കെ രാവിലത്തെ പാട്ട്
ഈ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് തന്നെയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അച്ഛന് അതിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള രീതിയിൽ അതിനകത്ത് ഒരു കാര്യം, പോട്ടയിലെ ശുശ്രൂഷ ശക്തിപ്പെട്ട് വരുമ്പോൾ പാട്ടുകൾ പാടി പാടി അതിനെ ജനകീയമാക്കി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ തരംഗിണിയൊക്കെ രംഗത്ത് വന്നപ്പോഴും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്കും അവർ പ്രാധാന്യം കൊടുത്തപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളോട് കിടപിടിക്കുന്ന പാട്ടുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പാട്ടുകളൊന്നും തന്നെ ഏറ്റുപാടാൻ ഒരു പ്രസ്ഥാനം ഇവിടെ ഇല്ലാതെ പോയതുകൊണ്ട് എല്ലാ പാട്ടുകളും കേട്ടതല്ലാതെ അതിനെ ഏറ്റുപാടിയില്ല. അതേസമയം തച്ചങ്കരിയുടെ ആ സമയം വന്നപ്പോൾ പോട്ട ശുശ്രൂഷകൾ അതുപോലുള്ള കരിസ്മാറ്റിക് ശുശ്രൂഷകളൊക്കെ അങ്ങ് ഉണർന്നു. അപ്പോൾ ധാരാളം വേദികളിൽ ലൈവായിട്ട് ഇതൊക്കെ പാടിപ്പിക്കാൻ ഒക്കെ അവസരം ഉണ്ടായി. അപ്പം അങ്ങനെ പാടിയും പാടിപ്പിച്ചും ഏറ്റുപാടിയും ഒക്കെ ആ കാലത്ത് തിരുനാമകീർത്തനമൊക്കെ വരുന്നതേ. ഇന്നാണ് തിരുനാമകീർത്തനം വരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അന്നത്തേതുപോലെ പ്രചരിക്കില്ല. കാരണം അതിനേക്കാൾ നല്ല പാട്ടുകൾ ഇന്നും വരുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, എത്ര പോയാലും അതിര് കാണാത്ത അനന്ത സ്നേഹം എന്നൊക്കെയുള്ള പാട്ടുകൾ, അതൊന്നും അങ്ങ് പാടിപ്പിച്ച് അങ്ങ് പതിപ്പിക്കാൻ പറ്റില്ല. പാട്ടൊരു മോശമില്ലാത്ത പാട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ തച്ചങ്കരിയുടെ ഈ പാട്ടുകൾക്ക് കിട്ടിയൊരു ഗുണം, അന്ന് ഏത് ധ്യാനകേന്ദ്രത്തിലും നല്ല പാട്ടുകൾ പാടുന്ന ഒരു കാലമായിരുന്നു. ഒത്തിരി ക്രൗഡ് വരുന്ന ഒരു കാലമായി. അപ്പം അതുകൊണ്ട് ഈ കോട്ടയിൽ നിന്നാണല്ലോ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആൽബം ഇറങ്ങുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ അതിനുണ്ട്. നമുക്കിതിൻ്റെ അനുപല്ലവി ഒന്ന് കേട്ടു നോക്കാം. അനുതാപത്തിൻ്റെ പ്രമേയമാണ് ഈ ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ കഥയാണ് പശ്ചാത്തലമായിട്ട് നിൽക്കുന്നത്. ആ ഫ്രെയിമിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഏതൊരു വ്യക്തിയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തി ധൂർത്തപുത്രൻ്റെ ഒരു മാനസികാവസ്ഥയെ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അകന്നുപോയി അങ്ങനെ നഷ്ടപ്പെട്ട ആ വലിയ നഷ്ടങ്ങൾ തിരിച്ചു വന്നാൽ കിട്ടുമെന്നുള്ള പ്രത്യാശ, ഒരു പ്രതീക്ഷ, അതൊക്കെയാണ് വചനം കേൾക്കുമ്പോഴാണ് ഇന്ന് ഒരു മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാനും ദൈവം നഷ്ടപ്പെട്ടതെല്ലാം സൗജന്യമായിട്ട് തിരിച്ചു തരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസം വരുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ വചനമായി ആശാനാളം എന്നിൽ പകരണമെന്ന് പറയുന്നത്. അതുതന്നെയാണ് പിന്നെ പാപജീവിതത്തെ തിരിച്ചറിയുമ്പോൾ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിട്ട് പാപ വഴിയിലൂടെ പോയപ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ദുസ്സഹമായ ഒരു ഭാരം, ക്ഷണിക സുഖം തരുമെങ്കിലും എപ്പോഴും പാപം ഒരു വ്യക്തിയെ വല്ലാതെ ഭാരപ്പെടുത്തുമല്ലോ, വീർപ്പുമുട്ടിക്കുമല്ലോ. അപ്പോൾ പാപത്തിൻ്റെ വഴി പോയാൽ അങ്ങേയറ്റം മടുത്തു പോകും. പിന്നെ അങ്ങോട്ട് വഴി മുട്ടിപ്പോവുക, അവസാനം ആത്മഹത്യയിലേക്ക് വരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ടുള്ള ഒരു സുഖാന്വേഷണത്തിൻ്റെ വഴിയിൽ ചെന്ന് ചെല്ലുന്ന ശാപത്തിലാണ്. അതാണ് ഞാൻ നിന്നെ വിട്ട് പോയി ശാപം ഞാൻ ഏറ്റുവാങ്ങിയെന്ന് പറയാൻ കാരണം. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യാശ കിട്ടുന്നു, പ്രതീക്ഷ കിട്ടുന്നു, നീ എന്നെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടി ദൈവത്തിലേക്ക് വീണ്ടും തിരിയുകയാണ്. അതിന് കാരണമായി തീരുന്നത് സുവിശേഷം വ്യാഖ്യാനിച്ച് മനുഷ്യന് പ്രത്യാശയും സാന്ത്വനവും നൽകുന്ന തരത്തിൽ അത് വിശദീകരിച്ച് സംസാരിക്കുമ്പോഴാണ്. ഈ പാട്ടുകളുടെയൊക്കെ
ഓർക്കസ്ട്രേഷനൊന്നും അച്ഛനൊന്നും അത്ര ശ്രദ്ധിച്ച് കാണില്ല. ശരിക്കും ഒരു വൺ മാൻ ഷോയാണ്. അതായത് ഒരു കീബോർഡും ഒരു റിതം ബോക്സും കൂടെ ഉള്ള സെറ്റിങ്ങിൽ ഇത്രയും മനോഹരമായ ഓർക്കസ്ട്ര എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇലക്ട്രോണിക് ഡിവൈസിൻ്റെയൊക്കെ ഏറ്റവും സാധ്യതകൾ ഉപയോഗിച്ച് ആദ്യമായിട്ട് ഇത് രംഗത്തേക്ക് ഈ പാട്ടുകൾ ഇറക്കിയത് തച്ചങ്കരിയാണ്. ഈ കോർഗും അതുപോലുള്ള പുതിയ ഓർഗൻസ് ഒക്കെ, ട്രിനിറ്റി ഇങ്ങനെയുള്ള പുതിയ ഓർഗനൊക്കെ വന്നപ്പോൾ അതിൽ അനന്ത സാധ്യതകളുള്ളത് മുഴുവൻ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതേ സമയത്ത് പാട്ടിനൊരു കുഴപ്പമില്ല. അപ്പോൾ അതൊരു ഭയങ്കര വെറൈറ്റിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഒരു പാട്ടിന് പോലും വരികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. വരികളൊക്കെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അതിനോടുകൂടി തന്നെ ഓർക്കസ്ട്രയുടെ ഈ സപ്പോർട്ടും ഉണ്ട്. അതിനൊരു ഗുണം കൂടെ ഉണ്ടായിരുന്നു വെച്ചാൽ എക്സ്പെൻസ് കുറവായിരുന്നു. 10 വയലിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ 2 പേരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. സ്റ്റുഡിയോയിൽ എളുപ്പമായത്, ഫീഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമല്ലേ. അതിൻ്റെ ഡെൻസിറ്റി ഒന്നും നഷ്ടപ്പെടാതെ നല്ല ക്ലിയറായിട്ട് വന്നു. അതും ഈ ആസ്വാദനത്തിന് ഒരു കാരണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് അതേ സ്റ്റൈലിൽ ഇത്രയും ചിലവ് കുറച്ച് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? തീർച്ചയായിട്ടും ഞാനതിനെ കുറ്റം പറയുന്നത് മുഴുവൻ വരികൾ എഴുതുന്ന ആളോട് തന്നെ. ഈ ട്യൂൺ അനുസരിച്ച് എഴുതുന്നതും എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതും എല്ലാം ഈ വരികൾക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പാട്ടുകളും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം അച്ഛനന്ന് ട്യൂണിന് വേണ്ടി എഴുതിയെങ്കിലും അല്ലെങ്കിൽ എഴുതിയിട്ട് ട്യൂൺ ചെയ്തെങ്കിലും അതിനകത്തെല്ലാം ഒരു കവിതയുണ്ട്, ഒരു സ്പിരിച്വൽ സൈഡുണ്ട്, വിശേഷത്തിൻ്റെ ഭാഗങ്ങളുമുണ്ട്. ഇന്നിതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ ട്യൂൺ ചെയ്യുന്ന ആളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സ്റ്റുഡിയോയിൽ ആരും ചെല്ലുന്നില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതി കൊടുത്തു, അവിടെ ഇരിക്കുന്ന കുറച്ച് പേരിങ്ങനെ അത് ചെയ്ത് ആക്കുന്നേ. അതായത് അന്നത്തേതുപോലുള്ള ഒരു എഫേർട്ട് ഇന്ന് എടുക്കുന്നില്ല. ഇല്ല. അപ്പോൾ അച്ഛന് എന്തുമാത്രം കഷ്ടപ്പെട്ടായത് എഴുതിയെന്നും അവരെന്തുമാത്രം ബുദ്ധിമുട്ടി അത് ചെയ്തതെന്നൊക്കെ അന്ന് ചെയ്തവർക്കറിയാം. ഇന്നങ്ങനെ ഒരു കഷ്ടപ്പാടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എഴുതി അങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട സുഖം തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ കൂടെ സാധിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ചരണവും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഈ പാട്ടിൻ്റെ ചരണത്തിലേക്ക് വരുമ്പോൾ ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുന്ന ആ മുഹൂർത്തം ഉണ്ടല്ലോ, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കാണുന്നു, ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നു. പിന്നെ അവന് ഒരു പുത്രത്വത്തിൻ്റെ നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു കൊടുക്കുകയാണല്ലോ. അത് പ്രതീകാത്മകമായിട്ടാണ് പറയുന്നത്. ചെരുപ്പ് അണിയിക്കുന്നു, ആഭരണങ്ങൾ അണിയിക്കുന്നു, നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു, സദ്യ ഒരുക്കുന്നു, കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സ്വരങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വലിയൊരു ആഘോഷത്തിൻ്റെ തിരിച്ചു വന്നതിൻ്റെ ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ഈ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത് ആത്മാവിൽ നടക്കുന്ന അനുഭവങ്ങളാണ്. ശാന്തിയുടെ അനുഭവം,
വലിയ കൃപാവരം ഒഴുകുന്നതിൻ്റെ അനുഭവം, നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുന്നതിൻ്റെ സൗഖ്യാനുഭവം, സാന്ത്വനാനുഭവം. ഇന്നും തിരിച്ചു വരുന്ന ഒരു പാപിക്ക് സഭയിൽ ലഭിക്കുന്നത്, ദൈവ ഐക്യത്തിൽ ലഭിക്കുന്നത് ഈ പറയുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകമാണ് സുഹൃത്തോത്രം എന്ന് പറയുന്നത്. ആ രീതിയിൽ ഇന്നും ഈ കൂടിവരവ്, അതായത് നഷ്ടപ്പെട്ട ഒരു വ്യക്തി, ദൈവത്തിൽ നകന്നുപോയ ഒരു വ്യക്തി തിരിച്ചു വരുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ ആലിംഗന വലയത്തിലേക്ക് ആത്മാവിലാണ് നടക്കുന്നതൊക്കെ. ആ വ്യക്തിയുടെ അനുഭവത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ആ ചരണത്തിൻ്റെ അനുപല്ലവിയുടെയും ട്യൂണിങ്ങിലും ആ ഒക്ടേവ്സ് എടുത്തേക്കണതിൽ ആ ആത്മസന്തോഷത്തിൻ്റെയും ആഘോഷങ്ങളുടെയും എല്ലാം ഒരു ചെറിയൊരു മോഡലുണ്ട് അതിനകത്ത്. ആദ്യത്തെ മട്ടല്ല. അല്ല. അപ്പോൾ ആദ്യത്തെ മട്ടിൽ അല്ലല്ലോ കാര്യം. രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ അവന് കൊടുക്കുന്ന സ്വീകരണങ്ങളും ആ ആത്മസന്തോഷവും എല്ലാം ഈ ഓർക്കസ്ട്രേഷനിലും ഒക്കെ ധ്വനിക്കുന്നുണ്ട്. ട്യൂണിലും. അതാണ് ട്യൂണിൻ്റെയും ഓർക്കസ്ട്രേഷൻ്റെയും ഒക്കെ മഹത്വം എന്ന് പറയുന്നത്. അതായത് ആ പാട്ടിനെ ആശയം പൂർണ്ണമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ. ഈ അച്ഛൻ കഴിഞ്ഞ ദിവസം നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും ചോദിച്ചു. ഇതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, ഇതൊന്ന് മനസ്സിലിട്ട് താലോലിച്ച് അതിനുവേണ്ടി ഇച്ചിരി സമയമെടുത്ത് ചെയ്യാൻ ആർക്കും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നോടൊരു ഗായകൻ പറഞ്ഞ ഞാൻ ഓർക്കാണ്, ഈ പ്രോഗ്രാം ഗായകൻ ശ്രദ്ധിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞത്, ഞാൻ പാടുന്നതിന് മുമ്പ് അച്ഛൻ ഇതൊക്കെ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം ഉൾക്കൊണ്ട് എനിക്ക് പാടാമായിരുന്നു, എനിക്ക് ഇപ്പോഴാണ് ഈ പാട്ടിനെ മനസ്സിലായതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു വശമുണ്ട്. അപ്പോൾ പാട്ട് പാടുന്നതിന് മുമ്പേ ഗാനരചയിതാവ് പാട്ടുകാരനുമായിട്ട് ഒരു നല്ല ഒരു ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട്. പക്ഷെ അത് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതെ. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ ഞാനൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പാടിക്കും, സ്റ്റുഡിയോയിൽ അതിന് ആളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് പ്രതികരണം ഉണ്ടായി. അത് സണ്ണിച്ചേട്ടൻ പറഞ്ഞത് നേരാണ്, എന്നാലും അങ്ങനെ നേര് പറയാൻ പാടില്ലെന്ന്. കാരണം അതാണ്, ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല, സംഗീത സംവിധാനമില്ല, ലിറിക്സ് എഴുതിയ ആൾക്കുമില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടെന്ന് വേണം എന്നുള്ളതാണ്. അതെ, തിരക്ക് വേഗം വേണം. പിന്നെ ഇത് റവന്യൂ കിട്ടുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അത് സത്യമാണത്. കാരണം പണ്ടത്തെ പോലല്ല, ഇന്നിപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഏറ്റവും പെട്ടെന്ന് കോപ്പി എടുത്ത് പോകുന്നു. അതുകൊണ്ട് ഇത് കാശ് മുടക്കി ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ആ പ്രൊഡ്യൂസറിൽ നിന്ന് അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കാരണം അത് കൂടെയാണ്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ടു നോക്കാം. താപം അറിയുമിൻ സ്നേഹനാഥ, ഉരുകുമീ മനസ്സിതിൽ പകരണീ ആശാനാളം. ഉണരുമീ ആത്മതാപം അറിയുമിൻ സ്നേഹനാഥ, ഉരുകുമീ മനസ്സിതിൽ പകരണീ ആശാനാളം. ഉണരുമീ ആത്മതാപം. ജഡികമാമോഹം പോലെ പോയി ഞാൻ ശാപം വാങ്ങി, തകരുമീ പാപിക്കെന്നെ കരുണയെ തേടാനുള്ളൂ. ദാസനായി കരുതണേ വരികയാ
സ്വന്തമാക്കി നീ രക്ഷയേകി മോക്ഷമേകി ധന്യനാക്കി നീ ഉണരുമീ ആത്മതാപം അറിയുമിൻ സ്നേഹനാഥ ഉരുകുമീ മനസ്സിതിൽ പകരണേ ആശാനാളം ഉണരുമീ ആത്മതാപം അറിയുമിൻ സ്നേഹനാഥ ഉരുകുമീ മനസ്സിതിൽ പകരണേ ആശാനാളം ഉണരുമീ ആത്മതാപം. ഈ പാട്ട് മുഴുവനായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഒരു പഴയ കാലം പുതിയ കാലം എന്ന് തിരിച്ച് മാറ്റാതെ ഒരു കാര്യമുണ്ട്. അച്ഛൻ ഈ രചനയ്ക്കും ഈ ഈണത്തിനും ഒക്കെ കൊടുത്ത പ്രാധാന്യവും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത് എന്നെ ഒരുപാട് പഴയ കാലത്തേക്ക് കൊണ്ടുപോയി. കാരണം അന്ന് ചെയ്തിരുന്ന അതിനുള്ള സത്യസന്ധതയും അതിനുള്ള ആ വികാര തീവ്രതയും ഒന്നും ഇന്നില്ല എന്നും ഇന്ന് അതുണ്ടാവാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഒരു ഡിസ്കഷൻ നടത്തിയത് ഒരുപക്ഷെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു ഉണർവുണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ രചനയ്ക്ക് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഉണർത്ത് തന്നതിന് അച്ഛന് എല്ലാവിധ നന്ദിയും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. ജഡികമാമോഹം പോലെ പോയി ഞാൻ ശാപം വാങ്ങി തകരുമീ പാപിക്കെന്നീ കരുണയെ തേടാനുള്ളൂ ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ സ്നേഹമേകി ദാനമേകി സ്വീകരിക്കണമേ ശാന്തിയേകി സൗഖ്യമേകി നിത്യജീവനാ ഉണരുമീ ആത്മതാപം അറിയുമിൻ സ്നേഹനാഥ ഉരുകുമീ മനസ്സിതിൽ പകരണ